ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് മാത്സിൻ്റെ യൂണിറ്റ് 7 ഇൻസൈഡ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ 5th പാർട്ട് നോക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് മൾട്ടിപ്പിൾസ്. റൈറ്റ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ആൻഡ് സർക്കിൾ ദ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2. 1 മുതലുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എഴുതാം. 1 2 3 4 5 6 7 8 ഇപ്പോൾ ഇവർ 15 വരെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എത്ര വരെ വേണമെങ്കിലും ഉള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? 2ൻ്റെ മൾട്ടിപ്പിൾസിനെ സർക്കിൾ ചെയ്യുക. അപ്പോൾ 1 2 3 4 5 6 ഇതിനകത്ത് 2ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 2 4 6 8 10 12 14 16 18 അതൊക്കെയല്ലേ. അതിനെല്ലാം ഇങ്ങനെ വട്ടമിട്ട് വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, ഡ്രോ സ്ക്വയേഴ്സ് അറൗണ്ട് ദ മൾട്ടിപ്പിൾസ് ഓഫ് 4. ഇനി 4ൻ്റെ മൾട്ടിപ്പിൾസിന് ചുറ്റും ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 4 8 12 16 20 24 അല്ലേ. അതിനകത്തെല്ലാം നമ്മൾ സ്ക്വയറും വരച്ചു. അപ്പം ഞാൻ നോക്കിക്കേ, ഹിയർ ഓൾ ദ നമ്പേഴ്സ് ഇൻ സ്ക്വയേഴ്സ് ആർ ഇൻ സർക്കിൾസ് ഓൾസോ. ഇപ്പം നോക്കൂ, ഇവിടെ സ്ക്വയേഴ്സിലുള്ള എല്ലാ നമ്പേഴ്സും സർക്കിളിലും ഉണ്ട്. അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് എല്ലാ നമ്പേഴ്സും 2ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. 4ൻ്റെ മൾട്ടിപ്പിളാണ് 4, അത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. 4ൻ്റെ മൾട്ടിപ്പിൾ 8, 8 2ൻ്റെ മൾട്ടിപ്പിളാണ്. 4ൻ്റെ മൾട്ടിപ്പിളാണ് 12, 12ഉം 2ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. അങ്ങനെ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതെല്ലാം 2ൻ്റെ മൾട്ടിപ്പിളും ആണ്. That is, multiples of 4 are all multiples of 2 also. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം 2ൻ്റെയും മൾട്ടിപ്പിൾസ് ആണ്. On the other hand, is every multiple of 2 a multiple of 4 also? ഇനി ഒന്ന് തിരിച്ചു നോക്കിക്കേ. നമ്മൾ പറഞ്ഞു 4ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. പക്ഷേ 2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ? ആണോ? നോക്കി, 2ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 2 ആണ്. 4ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ 2 ആകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല. ഒന്നുകൂടി പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്? 2 4 6 8 അല്ലേ. 4ൻ്റെ മൾട്ടിപ്പിൾസോ 4 8 12 16 അങ്ങനെ പോകും. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കിയാൽ 2, 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ 2? അല്ല. 2ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 6, 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ 6? അല്ല. അതേസമയം തിരിച്ച് 4ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. പക്ഷേ 2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 4ൻ്റെ മൾട്ടിപ്പിൾസ് അല്ല. Now let's check whether all the multiples of 3 are multiples of 2 also. ഇനി അടുത്ത വേറൊരെണ്ണം നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ്? 3യുടെ എല്ലാ മൾട്ടിപ്പിൾസും 2ൻ്റെയും മൾട്ടിപ്പിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. As before, draw circles around the multiples of 2 and squares around the multiples of 3. 1 2 3 4 എന്നിങ്ങനെ എഴുതി എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എഴുതിയിട്ട് 2ൻ്റെ മൾട്ടിപ്പിൾസിന് ചുറ്റും നമുക്ക് വട്ടം വരയ്ക്കാം. അതുപോലെ 3യുടെ മൾട്ടിപ്പിൾസിന് ചുറ്റും നമുക്ക് സ്ക്വയറും ഇടാം. അപ്പോൾ ആദ്യം നമുക്ക് 2ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കാം. 2 4 6 8 10 12 എല്ലാത്തിൻ്റെ ചുറ്റും സർക്കിൾ ഇട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. ഇനി 3യുടെ മൾട്ടിപ്പിൾസ് നോക്കാം. 3 6 9 12 കണ്ടോ, അതിൻ്റെ എല്ലാം ചുറ്റും നമ്മൾ സ്ക്വയർ വരച്ചു. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, 2ൻ്റെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? 3യുടെ എല്ലാ മൾട്ടിപ്പിൾസും 2ൻ്റെയും മൾട്ടിപ്പിൾസ് ആണോ എന്ന്. 3യുടെ ആദ്യത്തെ മൾട്ടിപ്പിൾ 6 ആണ്. ഓക്കെ, 6 2ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. 3യുടെ അടുത്ത മൾട്ടിപ്പിൾ 9 ആണ്. പക്ഷേ 9 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ ഫ്രം ദിസ് വി ക്യാൻ സീ ദാറ്റ് നോട്ട് എവറി മൾട്ടിപ്പിൾ ഓഫ് 3 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പോൾ 3യുടെ എല്ലാ മൾട്ടിപ്പിളും 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? ഓൾസോ നോട്ട് എവറി മൾട്ടിപ്പിൾ ഓഫ് 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതുപോലെ തന്നെ തിരിച്ച് 2ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കൂ. 2 4 6 8 ഇതെല്ലാം 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. കാരണം 3യുടെ മൾട്ടിപ്പിൾ 2 വരുമോ? വരില്ല. 3യുടെ മൾട്ടിപ്പിൾ 6 വരുന്നുണ്ട്. ഇനി അടുത്ത 3യുടെ മൾട്ടിപ്പിൾ 8 വരുമോ? ഇല്ല, വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് 2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 3യുടെ മൾട്ടിപ്പിൾസും അല്ല, 3യുടെ എല്ലാ മൾട്ടിപ്പിൾസ് 2ൻ്റെ മൾട്ടിപ്പിൾസും അല്ല എന്ന് നമുക്കിതിൽ നിന്ന് കൺഫേം ചെയ്യാൻ പറ്റും. നൗ വെരിഫൈ ദ ഫോളോയിങ്. ഇനി ഈ പറഞ്ഞ പോലെ ഈ താഴെ തന്നേക്കുന്നതൊക്കെ തമ്മിലൊന്ന് വെരിഫൈ ചെയ്തിട്ട് ഇത് എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്? ഈസ് എവറി മൾട്ടിപ്പിൾ ഓഫ് 3 എ മൾട്ടിപ്പിൾ ഓഫ് 6 ഓൾസോ. ആദ്യം നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഒന്ന് എഴുതാം. നമുക്കിവിടെ തൽക്കാലം 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എഴുതി. എന്നിട്ട് നമുക്ക് ആദ്യം 3യുടെ മൾട്ടിപ്പിൾസിനെല്ലാം നമുക്ക് സർക്കിൾ ചെയ്യാം. 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3 6 9 12 15 18 ഇത്രയും നമ്മൾ സർക്കിൾ ചെയ്തു. ഇനി 6ൻ്റെ മൾട്ടിപ്പിൾസിന് നമുക്ക് സ്ക്വയർ ചെയ്യാം. 6ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 6 12 18.
അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എവ്രി മൾട്ടിപ്പിൾ ഓഫ് 3 എ മൾട്ടിപ്പിൾ ഓഫ് 6 ഓൾസോ ആണ് എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അതായത് 3യുടെ എല്ലാ മൾട്ടിപ്പിൾസും 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ എന്ന്. അപ്പോൾ 3യുടെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതാ? 3 ആണ്. 3 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? നോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് എവ്രി മൾട്ടിപ്പിൾ ഓഫ് 6 എ മൾട്ടിപ്പിൾ ഓഫ് 3 ഓൾസോ? 6ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 3യുടെയും മൾട്ടിപ്പിൾസ് ആണോ? 6ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 6, 12, 18, 24, 30 അതൊക്കെയല്ലേ 6ൻ്റെ മൾട്ടിപ്പിൾസ്? അതെല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് അല്ലേ? 3യുടെ മൾട്ടിപ്പിളാണ് 6, 3യുടെ മൾട്ടിപ്പിളാണ് 12, 3യുടെ മൾട്ടിപ്പിളാണ് 18, 3യുടെ മൾട്ടിപ്പിളാണ് 24, 3യുടെ മൾട്ടിപ്പിളാണ് 30. അപ്പോൾ 6ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 3യുടെ മൾട്ടിപ്പിൾസുമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഈസ് എവ്രി മൾട്ടിപ്പിൾ ഓഫ് 6 എ മൾട്ടിപ്പിൾ ഓഫ് 3 ഓൾസോ? യെസ്. ഈസ് എവ്രി മൾട്ടിപ്പിൾ ഓഫ് 4 എ മൾട്ടിപ്പിൾ ഓഫ് 8 ഓൾസോ? 4ൻ്റെ എല്ലാ മൾട്ടിപ്പിളും 8ൻ്റെ മൾട്ടിപ്പിളും ആണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പം നമുക്കിത് മറ്റേതുപോലെ തന്നെ എഴുതി നോക്കാം. 4ൻ്റെ മൾട്ടിപ്പിൾസിൽ നമുക്ക് സർക്കിൾ ചെയ്യാം. 4, 8, 12, 16, 20, 24 ഇതൊക്കെയാണ് 4ൻ്റെ മൾട്ടിപ്പിൾസ്. ഇനി 8ൻ്റെ മൾട്ടിപ്പിൾസിനെ നമുക്ക് സ്ക്വയറിനകത്താക്കാം. 8, 16, 24 എക്സെട്ര. അപ്പോൾ 4ൻ്റെ എല്ലാ മൾട്ടിപ്പിളും 8ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 4ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 4 ആണ്. അത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 4ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 8 ആണ്. 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 4ൻ്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 12 ആണ്. അത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ 4ൻ്റെ എല്ലാ മൾട്ടിപ്പിളും 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ആൻസർ ഇസ് നോ. ഈസ് എവ്രി മൾട്ടിപ്പിൾ ഓഫ് 8 എ മൾട്ടിപ്പിൾ ഓഫ് 4 ഓൾസോ? 8ൻ്റെ എല്ലാ മൾട്ടിപ്പിളും 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 8ൻ്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്? 8, 16, 24, 32 എക്സെട്ര അല്ലേ? അപ്പം അതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? 8ൻ്റെ മൾട്ടിപ്പിളാണ് 8. 4നും 8 മൾട്ടിപ്പിൾ ആയിട്ടുണ്ട്. 8ൻ്റെ മൾട്ടിപ്പിൾ 16. 16 4 4s are 16 ആണ്. 4ൻ്റെ മൾട്ടിപ്പിളാണ് 16. അതുപോലെ 8ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 24. 4ൻ്റെയും മൾട്ടിപ്പിളാണ്. അങ്ങനെ 8ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 4ൻ്റെയും മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ യെസ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് എവ്രി മൾട്ടിപ്പിൾ ഓഫ് 4 എ മൾട്ടിപ്പിൾ ഓഫ് 6 ഓൾസോ? 4ഉം 6ഉം ആണ്. അതും നമുക്കൊന്ന് എഴുതി നോക്കാം. 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 4, 8, 12, 16, 20 എക്സെട്ര. ഇനി 6ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് സ്ക്വയറിലാക്കാം. 6ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 6, 12, 18 എക്സെട്ര. ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് എവ്രി മൾട്ടിപ്പിൾ ഓഫ് 4 എ മൾട്ടിപ്പിൾ ഓഫ് 6 ഓൾസോ? 4ൻ്റെ എല്ലാ മൾട്ടിപ്പിളും 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 4ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 4 ആണ്. അത് 6ഉമായിട്ട് 6ൻ്റെ മൾട്ടിപ്പിളേ അല്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോ ആണെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് എവ്രി മൾട്ടിപ്പിൾ ഓഫ് 6 എ മൾട്ടിപ്പിൾ ഓഫ് 4 ഓൾസോ? 6ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ? 6ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 6 ആണ്. അത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. 6ൻ്റെ എല്ലാ മൾട്ടിപ്പിളും 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.